ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ൽ ഫസ്റ്റ് ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആർ ടി ഡി എന്നത്. വി നോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. നമ്മളെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. വി നോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ടി ഡിയുടെ റെസിസ്റ്റൻസ് ചേഞ്ച് ആവുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ തെർമൽ സെൻസേഴ്സ് യൂസിങ് ദീസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ കോൾഡ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ആർ ടി ഡി എന്ന് വെച്ചാൽ തെർമൽ സെൻസേഴ്സ് യൂസിങ് ദീസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ആകുന്നത് യൂസ് ചെയ്യുന്ന തെർമൽ സെൻസേഴ്സിനെയാണ് ആർ ടി ഡി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക. നമ്മുടെ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ആകുന്നത് യൂസ് ചെയ്യുന്ന തെർമൽ സെൻസേഴ്സിനെയാണ് നമ്മൾ ആർ ടി ഡി എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ആർ ടി ഡി ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ദ ആർ ടി ഡി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ വൗണ്ടിങ് ദ റെസിസ്റ്റൻസ് വയർ ഓൺ ദി മൈക്ക ബേസ്. ഒരു മൈക്ക ബേസിൽ റെസിസ്റ്റൻസ് വയർ വൗണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചുറ്റിയിട്ടാണ് ഈ ഒരു ആർ ടി ഡി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഒരു മെറ്റാലിക് വയർ അല്ലെങ്കിൽ മെറ്റാൽ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഒരു മൈക്ക ബേസിൽ വൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ആർ ടി ഡി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വയർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഒരു മൈക്ക ബേസിൽ ചുറ്റിയിട്ടാണ് നമ്മളെ ആർ ടി ഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ വയർ ഈസ് വൗണ്ട് ലൈക്ക് എ ഹെലിക്കൽ കോയിൽ ഓൺ ദി സപ്പോർട്ട് ടു റെഡ്യൂസ് ദ ഇൻഡക്റ്റൻസ് എഫക്റ്റ്. ഇൻഡക്റ്റൻസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് വയർ നമ്മളെങ്ങനെ വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? ലൈക്ക് എ ഹെലിക്കൽ കോയിൽ എന്നാണ് പറയുന്നത്. ഒരു ഹെലിക്കൽ കോയിലിൻ്റെ പോലെയാണ് ഈ ഒരു വയർ വൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഇൻഡക്റ്റൻസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ടെർമിനൽസ് അല്ലെങ്കിൽ ലീഡ്സ് ആർ ബ്രോട്ട് ഔട്ട് ഓഫ് ദി പൈപ്പ് എന്ന് പറയുന്നത്. ആ പൈപ്പിൽ നിന്ന് പുറത്തേക്കായിട്ടാണ് നമ്മൾ ടെർമിനൽസ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ദ കോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ്. ആ കോയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ്. കോപ്പർ, നിക്കർ ആൻഡ് പ്ലാറ്റിനം ആർ ദ മോസ്റ്റ് യൂസർ ആർ ടി ഡി മെറ്റീരിയൽ. മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആർ ടി ഡി മെറ്റീരിയൽസാണ് കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം ഒക്കെ. നമ്മൾ നോർമലി ആർ ടി ഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ ടി ഡി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം അങ്ങനത്തെയൊക്കെ എലമെൻറ്റ്സ് ആയിരിക്കും. These metals have positive temperature coefficient and possess poor thermal sensitivity. ഈ മെറ്റൽസിനൊക്കെ എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും ആയിരിക്കും, അതുപോലെ തന്നെ പൊസസ് പുവർ തെർമൽ സെൻസിറ്റിവിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും ആയിരിക്കും ഈ മെറ്റൽസിനൊക്കെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിലൊരു ഹൈ വേരിയേഷൻ ഉണ്ടായാൽ നമ്മളെ റെസിസ്റ്റൻസിൽ എന്തെങ്കിലും ഒരു ചെറിയത് വേരിയേഷനും അല്ലെങ്കിൽ ചേഞ്ച് വരുള്ളൂ. ഓൾസോ ദി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടർ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഹാവ് അപ്രോക്സിമേറ്റ്ലി ലീനിയർ. എന്ന് വെച്ചാൽ നമ്മളെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസും കൂടുന്ന പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആർ ടി ഡി ആണ്. Resistance temperature detector operates on the principle that the resistance of metal change with the change in temperature. നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റൽ ചേഞ്ചസ് വിത്ത് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറും ചേഞ്ച് ആവും. ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആർ ടി ഡി വർക്ക് ചെയ്യുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ചേഞ്ചസ് വിത്ത് റെസിസ്റ്റൻസ് ഓഫ് മെറ്റൽ ചേഞ്ച് ചെയ്യും വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച്. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ആർ ടി ഡി യൂസ് ചെയ്യുന്നത്. The variation of resistance R with temperature T can be represented by the equation
variation of resistance R with temperature T can be by the equation RT equal to R0 into 1 plus alpha del L എന്നാണ്, where alpha is the temperature coefficient at T0 and R0 is the resistance at T0. നെക്സ്റ്റ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസിൽ പറയുന്നത് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ എ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്, അതുപോലെ തന്നെ ഗുഡ് സ്റ്റെബിലിറ്റി അറ്റ് ദ ഹൈ ടെമ്പറേച്ചർ, ഹൈ അക്യുറസി. ദെൻ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നതാണ് ലോ സെൻസിറ്റിവിറ്റി, മോർ എക്സ്പെൻസീവ്, അഫക്റ്റഡ് ബൈ ഷോക്ക് ഓർ വൈബ്രേഷൻ. RTD നമുക്ക് 3 ടൈപ്സ് ഉണ്ട്: തിൻ ഫിലിം, വയർ വൗണ്ടഡ്, അതുപോലെ തന്നെ കോയിൽഡ് എലമെൻസും. ഇനി ഇതിൽ മൂന്നിലും ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് തിൻ ഫിലിം. നെക്സ്റ്റ് ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. തിൻ ഫിലിം ഫസ്റ്റ്. തിൻ ഫിലിം ഹാസ് എ സെൻസിയം എലമെൻറ്റ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ വെരി തിൻ ലെയർ ഓഫ് റെസിസ്റ്റീവ് മെറ്റീരിയൽ, നോർമലി പ്ലാറ്റിനം, ഓൺ എ സെറാമിക് സബ്സ്ട്രാക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസിങ് എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ സെൻസിങ് എലമെൻറ്റ് ഫോം ചെയ്യുന്നത് ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഒരു സെൻസിങ് എലമെൻ്റ് ഉണ്ടായിരിക്കും. ആ സെൻസിങ് എലമെൻറ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും. ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ ഒരു തിൻ ലെയറിനെ ഉണ്ടാക്കും, തിൻ ലെയറിനെ ഫോം ചെയ്യും. ആ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്തായിരിക്കും? ഒരു തിൻ ലെയർ അവിടെ ഫോം ചെയ്യും. റെസിസ്റ്റീവ് നോർമലി എന്തായിരിക്കും? പ്ലാറ്റിനായിരിക്കും. അതുപോലെ തന്നെ സെൻസിങ് എലമെൻറ്റ് നോർമലി ഒരു സെറാമിക് ആയിട്ടായിരിക്കും ഉണ്ടാവും, സെറാമിക് ആകും. ദീസ് ലെയർ ഈസ് യൂഷ്വലി ജസ്റ്റ് 10 to 100 ആംസ്ട്രോങ്സ് തിക്കായിരിക്കും. ഒരു 10 to 100 ആംസ്ട്രോങ് തിക്കായിരിക്കും. അത്രയും കുറവായിരിക്കും ഈ ഒരു ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെ പറയുകയാണെങ്കിൽ ഒരു 1 to 10 നാനോമീറ്ററിൻ്റെ രീതിയിലായിരിക്കും. ദെൻ ദീസ് ഫിലിംസ് ഈസ് കോട്ടഡ് വിത്ത് ഗ്ലാസ് ദാറ്റ്, ഈ ഒരു ഫിലിംസിനെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ഡിപ്പോസിറ്റഡ് ഫിലിം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫിലിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആൾസോ ആക്ട് ആസ് എ സ്ട്രെയിൻ റിലീഫ് ഫോർ ദ എക്സ്റ്റേണൽ ലീഡ് വയേഴ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള വയേഴ്സിനൊക്കെ ഒരു സ്ട്രെയിൻ റിലീഫായിട്ടായിരിക്കും ഈ ഒരു ഗ്ലാസ് ആക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളതാണ് വയർ വൗണ്ട് എന്നുള്ളത്. ദ വയർ വൗണ്ട് സെൻസർ ഈസ് ദ സിംപ്ലസ്റ്റ് സെൻസർ ഡിസൈൻ. നമ്മൾ RTDയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസർ ഡിസൈനാണ് വയർ വൗണ്ട് എന്നുള്ളത്. വിത്ത് ദ സെൻസിങ് വയർ റാപ്പ് അറൗണ്ട് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് കോർ ദാറ്റ് ക്യാൻ ബി എയ്തർ റൗണ്ട് ഓർ ഫ്ലാറ്റ്. ആ ഇൻസുലേറ്റിംഗ് കോറിൽ നമ്മുടെ സെൻസിങ് വയർ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ റൗണ്ടിലായിരിക്കും. കാരണം അവരൊരു കണ്ടക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെ റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ കൊടുത്തതിനാലും വിഷയമല്ല. ടു മിനിമൈസ് ദ മെക്കാനിക്കൽ സ്ട്രെയിൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദ സെൻസിങ് വയർ ആൻഡ് വൈൻഡിങ് കോർ മെറ്റീരിയൽ ഈസ് മാച്ച്ഡ്. നമ്മളെ മെക്കാനിക്കൽ സ്ട്രെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് സെൻസിങ് വയറിൻ്റെയും അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് കോറിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോഎഫിഷ്യൻറ്റ് മാച്ച് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. നമ്മുടെ മെക്കാനിക്കൽ സ്ട്രെയിന് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻസിങ് വയറും അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് കോറിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോഎഫിഷ്യൻറ്റ് മാച്ച് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. എന്തിന്? നമ്മുടെ മെക്കാനിക്കൽ സ്ട്രെയിന് കുറക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് വണ്ണാണ് കോയിൽഡ്. ടു പ്രൊഡ്യൂസ് എ സ്ട്രെയിൻ ഫ്രീ ഡിസൈൻ, എ കോയിൽഡ് സെൻസർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മുടെ തിന്നിലായാലും അതുപോലെ തന്നെ നമ്മുടെ വയർ വൗണ്ടഡിലായാലും ഒരു സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രെയിൻ ഇല്ലാത്തൊരു സ്ട്രെയിൻ ഫ്രീ ഡിസൈന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് കോയിൽഡ് സെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു സ്ട്രെയിൻ ഫ്രീ ഡിസൈനായിട്ടാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മുടെ മറ്റേത് രണ്ടിലും എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സ്ട്രെയിൻ ഫ്രീ ആയിട്ടുള്ളൊരു ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കോയിൽഡ് എന്ന് പറയുന്ന സെൻസർ.
A strain-free design allows to sensing wire to expand and contract freely without distributing to error വിത്തൗട്ട് ഡിസ്ട്രിബ്യൂട്ടിങ് ദ എറർ എന്ന് വെച്ചാൽ നമ്മളെ സെൻസിങ് വയറിന് ഒരു എററൊന്നും ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എറർ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ദ സെൻസിങ് എലമെൻറ്റ് ഈസ് സ്മാൾ കോയിൽ. നമ്മൾ സെൻസിങ് എലമെൻറ്റ് പറയുന്നത് ഒരു സ്മാൾ കോയിലാണ്. ദ കോയിൽ ഓഫ് പ്ലാറ്റിനം. ആ കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാറ്റിനം വെച്ചിട്ടായിരിക്കും. പ്ലാറ്റിനം സെൻസിങ് വയർ ദാറ്റ് റിസംബിൾ എ ബൾബ് ഫിലമെൻറ്റ്. നമ്മൾ ബൾബിലുള്ള ഫിലമെൻറ്റ് പോലെ ആയിരിക്കും അത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സെൻസിങ് എലമെൻറ്റ് എന്ന് പറയുന്നത് സ്മാൾ കോയിലാണ് പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സെൻസിങ് വയർ എങ്ങനെ ആയിരിക്കും, ഒരു ബൾബിലെ ഫിലമെൻറ്റ് പോലെ ആയിരിക്കും അത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. The housing is an aluminum oxide tube with 4 equally spaced holes that run through the axis. The coil is inserted in the holes of the mandrel and are packed with a very fine ceramic powder. നമ്മുടെ സെൻസിങ് എലമെൻറ്റിനെ കവർ ചെയ്തിട്ട് ഒരു അലൂമിനിയം ട്യൂബ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അലൂമിനിയം ട്യൂബിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കോയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൽ 4 ഈക്വലി ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെ ആയിരിക്കും നമ്മുടെ കോയിൽ ഇൻസേർട്ട് ചെയ്യുക. അതിന് കവർ ചെയ്തിട്ട് ഒരു സെറാമിക് പൗഡറും കൂടെ ഉണ്ടാവും. ഇങ്ങനൊരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് മൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഇതിൽ ഇമേജ് ആഡ് ചെയ്തിട്ടില്ല, ഒരു ഫിഗർ ഉണ്ട് 3 എണ്ണത്തിനും. ആ ഒരു ഫിഗറും കൂടെ നിങ്ങൾ പഠിക്കേണ്ട സമയത്തൊന്ന് റെഫർ ചെയ്യണം.